ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നുറുക്ക് ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഈ ഹെൽത്തി ആയിട്ടുള്ള അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം 2 കപ്പ് നുറുക്ക് ഗോതമ്പ് കഴുകിയിട്ട് 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. സാധാരണ നമ്മൾ പച്ചരിയൊക്കെ കുതിർത്തെടുക്കുന്ന അത്ര ടൈമൊന്നും വേണ്ട നുറുക്ക് ഗോതമ്പ് കുതിർത്തെടുക്കാനായിട്ട്. 3 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലപോലെ കുതിർന്ന് കിട്ടും. ഗോതമ്പ് കുതിർക്കാനിട്ടിരുന്ന ആ വെള്ളം കൂടി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നുറുക്ക് ഗോതമ്പ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറും 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളം തന്നെ മതിയാവും. അരച്ചെടുത്തതിന് ശേഷം ഇനി ഇത് മാവ് കലക്കി വെക്കാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മാവ് ഒഴിക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഈ ഒരു കട്ടിയിലാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. 5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ ബാക്കി വന്നിട്ടുള്ള ആ മാവും കൂടെ ഒന്ന് കലക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി മാവിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി മാവ് ഒരു വിസ്ക് അല്ലെങ്കിൽ സ്പൂൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. സാധാരണ നമ്മൾ വെള്ളപ്പത്തിനും ദോശക്കൊക്കെ കലക്കി വെക്കുന്ന പോലെ തന്നെ 8 മണിക്കൂർ ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ ഞാൻ നാളെ രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം ഓവർനൈറ്റ് അരച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. 8 മണിക്കൂറിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ മാവ് ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അപ്പം തയ്യാറാക്കാനായിട്ട് സ്റ്റൗവിൽ നോൺ സ്റ്റിക്കിൻ്റെ വെള്ളയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 തവി വീതം ഈ മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ചട്ടിയിലൊന്നിങ്ങനെ ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇനി ഇത് അടച്ചു വെക്കാം. 3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നുറുക്ക് ഗോതമ്പ് ആയതുകൊണ്ട് നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. സാധാ പാനിൽ ദോശ പോലെയും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ ഈ അപ്പത്തിൻ്റെ കൂടെ എഗ് റോസ്റ്റും കൂടിയാണ് സെർവ് ചെയ്യുന്നത്. ചൂടോട് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചിക്കൻ മുളകിട്ടതും അതുപോലുള്ള മുളകിട്ട കറികളൊക്കെ ഈ അപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു.